ഇതാണ് നമുക്കിന്ന് വർക്ക് ചെയ്യാനുള്ള ഇന്നോവ ക്രിസ്റ്റ 2018 മോഡൽ വണ്ടിയാണിത്. നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള വർക്കുകൾ, ഒന്ന് ഇതിൻ്റെ ഈ ഒരു പാനൽ മാറ്റണം, ഉള്ളിൽ വരുന്ന ഡാഷ്ബോർഡ് പാനലുകളെല്ലാം മാറ്റണം. സ്പീഡോമീറ്റർ നമ്മളിപ്പോൾ ഓൾറെഡി മാറ്റിയേക്കുന്നതാണ്. സ്റ്റിയറിംഗ് മാറ്റിയിട്ട് 4 സ്പീഡോമീറ്റർ സ്റ്റിയറിംഗ് ആക്കണം. സ്റ്റീരിയോ മാറ്റണം, ആ സൈഡിൽ വരുന്ന പാനലുകളെല്ലാം മാറ്റണം. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക്. നമുക്കറിയാം ബേസ് മോഡൽ വണ്ടിക്കകത്ത് വരുന്നത് ഈ ഒരു മീറ്ററാണ്. ബേസ് മോഡൽ ഓട്ടോമാറ്റിക്കിൻ്റെ മീറ്ററാണിത്. അപ്പം നമ്മൾ ഈ മീറ്റർ വെച്ചു. ഇതിനകത്ത് ഇപ്പോൾ പ്രോഗ്രാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സെയിം കിലോമീറ്ററിനാണ്. ഈ വണ്ടി ആകെ 22,622 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെയിം കിലോമീറ്ററാണ് നമ്മൾ ഇതിനകത്തേക്കും ആക്കിയിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റീരിയോ ഇത് മോഡിവറിൻ്റെ കമ്പനി ടൊയോട്ടയിൽ കൊടുത്തിരുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ QLED ഉള്ള റിയൽ DSP ചിപ്പൊക്കെ ഉള്ള ഒരു നല്ലൊരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഡാഷ്ബോർഡിൽ വരുന്ന സിൽവർ ലൈനിങ് ഇതിനില്ല, നമ്മളത് ആഡ് ചെയ്യണം. കംപ്ലീറ്റും വുഡൻ പാനലിൽ ആഡ് ചെയ്യണം. ഇത്രയും വർക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന വർക്ക് ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് ചേഞ്ച്, പാഡിൽ ഷിഫ്റ്റർ, സ്പീഡോമീറ്റർ ചേഞ്ച്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ചെയ്യുന്നതിൻ്റെ അകത്തുള്ള വർക്കുകൾ. അപ്പോൾ നമുക്ക് ഇനി ആ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് പാഡിൽ ഷിഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കാണാം ക്രൂയിസ് ഓൺ ആയിട്ടുണ്ട്, ഇതിപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ എല്ലാ സ്വിച്ചുകളും ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വോളിയം അപ്പ് ഡൗൺ ഒക്കെയാണ്. ചാനൽ നെക്സ്റ്റ്, പ്രീവിയസ്, മോഡ്, ഇത് മ്യൂട്ട്, ഇത് കോള്, ഡിസ്കണക്ട് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ MID ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളിത് മാറ്റുമ്പോൾ കാണാം. ഇതെല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന വർക്കുകൾ. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ വുഡൻ പാനൽ കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഡാഷ്ബോർഡിൽ ആ സിൽവർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗിയർ സ്പോർട്സിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം 3 ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. റൈറ്റ് സൈഡിൽ വന്നിട്ട് അപ്പ് ഷിഫ്റ്റ് ആണ്. 6 ഗിയർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്.